ഹായ് മക്കൾസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലാല യൂസഫ്സായിയുടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നല്ലോ മക്കളെ. ആ ഇൻസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചാപ്റ്റർ നമുക്ക് ഉണ്ടായിരുന്നു, ദ ഡേ മൈ വേൾഡ് ചേഞ്ച്ഡ് അല്ലെ. ആ ചാപ്റ്ററിലെ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ്, സൈഡിൽ വരുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം, ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ദ ക്വസ്റ്റ്യൻ നമ്പർ 1, I come from a country which was created at midnight. What does Malala mean by this statement? Okay, ഞാൻ വരുന്നത് രാത്രിയാൽ നിർമ്മിക്കപ്പെട്ട ഒരു രാജ്യത്തിൽ നിന്നാണ്. എന്താണ് മലാല ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത്? മലാല ഇസ് റെഫറിംഗ് ടു ദ ബർത്ത് ഓഫ് പാകിസ്ഥാൻ. മലാല ഉദ്ദേശിച്ചത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ബർത്ത്, ജനനമാണ് അല്ലെ. ദാറ്റ് വിച്ച് ഒഫീഷ്യലി ബിക്കം ആൻ ഇൻഡിപെൻഡന്റ് കൺട്രി അറ്റ് മിഡ് നൈറ്റ് ഓൺ August 14, 1947. 1947 മിഡ് നൈറ്റിൽ നട്ടരാത്രി നമ്മൾ പറയില്ല, അതേപോലെ തന്നെ കേട്ടോ. ആ നൈറ്റിൽ ആണ് ഈ പറഞ്ഞ രാജ്യത്തിന്, പാകിസ്ഥാന് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ആഫ്റ്റർ ദ പാർട്ടീഷൻ ഓഫ് ദ ബ്രിട്ടീഷ് ഇന്ത്യ, ഇന്ത്യയുടെ പാർട്ടീഷന്റെ ഭാഗമായിട്ട്, ബൈ സേയിങ് ദിസ് ഷീ ഈസ് ഹൈലൈറ്റിംഗ് ദ ഹിസ്റ്റോറിക്കൽ ആൻഡ് സിംബോളിക് മൊമെന്റ് വെൻ ഹെർ കൺട്രി വാസ് ഫോർമഡ് അല്ലേ. ചരിത്രപരമായിട്ടും ഒക്കെയുള്ള അവരുടെ രാജ്യത്തിന്റെ ആ ബർത്താണ് അവരതിലൂടെ ഉദ്ദേശിച്ചത്. സജഷൻ ദാറ്റ് ഇറ്റ്സ് ക്രിയേഷൻ വാസ് എ ഡ്രമാറ്റിക് ആൻഡ് ഫിൽഡ് വിത്ത് എ ഹോപ്പ് ആൻഡ് സ്ട്രഗിൾസ് അല്ലേ. അപ്പൊ എന്താ മക്കളെ, ഇതിൽ ഇവിടം വരെ മതി നിങ്ങൾക്ക് കാര്യമായിട്ട്, ആഫ്റ്റർ പാർട്ടീഷൻ ബ്രിട്ടീഷ് ഇന്ത്യ വരെ കേട്ടോ, അതായത് വരെ കൊടുത്താൽ മതി. എന്താണ്, രാത്രി 1947 പാകിസ്ഥാന് സ്വാതന്ത്ര്യം ലഭിച്ചത്. അതാണ് അവർ ആ സ്റ്റേറ്റ്മെന്റിലൂടെ ഉദ്ദേശിച്ചത് അല്ലേ. നിങ്ങൾക്കറിയില്ലേ, അന്ന് ബ്രിട്ടീഷുകാർ രണ്ടാക്കി വിഭജിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് പാകിസ്ഥാനും ഇന്ത്യയും വേറെ വേറെ ആവുമോ? അല്ല അല്ലേ. പാകിസ്ഥാൻ ഇന്ത്യ എന്ന് പറയുന്ന രണ്ടായിട്ട് രാജ്യം എല്ലായിരുന്നു, ഒരുമിച്ചായിരുന്നു. ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യം തരുന്ന അന്ന് ഒരു രാഷ്ട്രം ഇങ്ങനെയൊക്കെ ആവശ്യമുണ്ട്, അതൊക്കെ നമ്മൾ ജസ്റ്റ് നിങ്ങൾ ഹിസ്റ്ററി പരിശോധിച്ചാൽ അറിയാം അല്ലേ. അന്ന് അങ്ങനെ ഒരു ആവശ്യമായിട്ട് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് പാകിസ്ഥാനും ഇന്ത്യയും രണ്ടും രണ്ടല്ല, ഇന്ന് പാകിസ്ഥാനും ഇന്ത്യ എന്തായിരിക്കും, ഒരുമിച്ച് രാജ്യമായിരിക്കും. അന്ന് അങ്ങനെ സംഭവിച്ച് സ്വാതന്ത്ര്യം ലഭിച്ച ആ സമയത്ത് ബ്രിട്ടീഷുകാർ കാണിച്ച ആ ഒരു പാർട്ടീഷൻ ഉണ്ടല്ലോ, അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിങ്ങനെ രണ്ട് രാജ്യങ്ങളായി മാറിയത്. ഓക്കെ, സോ എന്താണ്, ആ ഒരു രാജ്യത്തിന്റെ ബർത്തിനെ കുറിച്ചാണ് അല്ലെ, ആ സ്വാതന്ത്ര്യം ലഭിച്ച, ആ പാകിസ്ഥാൻ സ്വാതന്ത്ര്യം ലഭിച്ച ആ നൈറ്റിനെ കുറിച്ചാണ് മിഡ് നൈറ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് മലാല കമ്പയർ ഹെർ ഹോം ലാൻഡ് ടു ഹെർ ന്യൂ സിറ്റി ബിരഹം അല്ലെ. അവരുടെ ന്യൂ സിറ്റി ആയിട്ടുള്ള ഇംഗ്ലണ്ടിലെ ന്യൂ സിറ്റിയെയും അതേപോലെ തന്നെ പഴയ അവരുടെ ഹോം ലാൻഡ് എങ്ങനെയാണ് മലാല കമ്പയർ ചെയ്തത് പരസ്പരം? മലാല റിമെമ്പേഴ്സ് ഹെർ ഹോം ലാൻഡ് വിത്ത് എ ഗ്രേറ്റ് ലവ് ആൻഡ് ലോങ്ങിങ്. ഷീ ഡിസ്ക്രൈബ് ദ ഹൈസ്റ്റ്. വളരെ സ്നേഹത്തോട് കൂടിയിട്ടുള്ള, വളരെ ഒരു സ്നേഹത്തോട് കൂടിയിട്ടുള്ള ഓർമ്മയാണ് മലാലയ്ക്ക് സ്വന്തം ഹോം ലാൻഡിനോട്. അവൾ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ഹൈ സ്നോ ക്യാപ്ഡ് മൗണ്ടൻസ് ആണ് അല്ലേ, മഞ്ഞ് മൂടിക്കിടക്കുന്ന മലനിരകളാണ്. ഗ്രീൻ വേവിങ് ഫീൽഡ് ആണ്, പച്ച വിരിച്ച് കിടക്കുന്ന പാടങ്ങൾ. ആൻഡ് ഫ്രഷ് ബ്ലൂ റിവേഴ്സ് ഓഫ് ഹർ വാലി, വാലിയിലൂടെ ഒഴുകുന്ന നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്ലൂ കളറിലുള്ള റിവേഴ്സ്, പുഴകൾ. ഇറ്റ് ബ്രിങ്സ് ഹർ പീസ് ആൻഡ് ജോയ് ഇൻ ഹർ മെമ്മറീസ്. അവരുടെ ഓർമ്മകളിൽ അതൊരു സന്തോഷവും സമാധാനവും എല്ലാം കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഇൻ കോൺട്രാസ്റ്റ്, ഇനി നേരെ ഓപ്പോസിറ്റ് പറയുകയാണെങ്കിൽ, ഷീ ഡിസ്ക്രൈബ് ബിർഹിം ആസ് എ സിറ്റി വിത്ത് ടോൾ ബിൽഡിങ്സ് ആണ്, വളരെ വലിയ കെട്ടിടങ്ങൾ. നിയർ റോഡ്സ്, നീറ്റ് റോഡ്സ്, വളരെ വൃത്തിയുള്ള റോഡുകൾ. ഗ്രീൻ ഹഡ്ജസ്, സൈഡിലൂടെ ഇങ്ങനെ പച്ച വിരിച്ച് കിടക്കുന്ന പച്ച പുൽത്തകിടി കൊണ്ടുള്ള മതിലുകൾ. ആൻഡ് ടൈഡി പെർമൻസ്, നല്ല വൃത്തിയുള്ള നടപ്പാത. ദോ ഇറ്റ് ഈസ് ക്ലീൻ ആൻഡ് ഓർഡർലി, അത് വളരെ ക്ലീൻ ആനും ഓർഡറാണ്. ഷീ മിസ്സസ് ദ നാച്ചുറൽ ബ്യൂട്ടി. വളരെ ക്ലീനും ഓർഡറൊക്കെ ആണെങ്കിൽ പോലും അവൾക്ക് അവളുടെ പ്രകൃതി, നാച്ചുറലായിട്ടുള്ള അവളുടെ ഹോം ലാൻഡിൻ്റെ ബ്യൂട്ടി എല്ലാം മിസ് ചെയ്യുന്നുണ്ട്. ഇമോഷണൽ കണക്ഷൻ ഷീ ഹാഡ് വിത്ത് ഹെർ ഹോം ലാൻഡ്. അവളുടെ രാജ്യത്തുമായിട്ടുള്ള അവളുടെ ഒരു ഇമോഷണൽ, നമ്മൾ ജനിച്ചു വളർന്ന നാടിനോടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻസ്. ഒരുപാട് പേര് ടൗൺ ലൈഫിലും ഇംഗ്ലണ്ടിലും കാനഡയിലും അമേരിക്ക ഓസ്ട്രേലിയയിലൊക്കെ പോയി ജീവിച്ച് അവിടെ തന്നെ സെറ്റിലൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും അവർക്ക് അവരുടെ നാടിനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ അത് അവർ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടൊന്നും അറിയില്ല, ഒരു ഓർമ്മകളാണ് അല്ലേ. നാട്ടിലൂടെ കളിച്ചിരുന്നത്, ആ നാടിലെ ആ പ്രകൃതി മനോഹാരിതയൊക്കെ നമ്മുടെ ഓർമ്മകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും അല്ലേ. അപ്പൊ അതാണ് ഇവിടെയും. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, ഡു യു തിങ്ക് ദ ഡോർവേ ടു യുവർ സ്കൂൾ ഈസ് ഓൾസോ എ മാജിക്കൽ എൻട്രൻസ് ടു സ്കൂൾ വേൾഡ്? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, മലാല പറഞ്ഞു മലാലയുടെ സ്കൂളിന്റെ കവാടം എന്ന് പറഞ്ഞാൽ അവർക്കൊരു മാജിക്കൽ ലോകം തുറക്കുന്ന പോലെയാണ്, നിങ്ങൾക്ക് അങ്ങനെയാണോ മക്കളെ എന്നാണ് ചോദ്യം.
സ്റ്റുഡൻസ് പെർസ്പെക്റ്റീവിലാട്ടോ, മീൻസ് നിങ്ങളുടെ കുട്ടികളുടെ ഭാഗത്തു നിന്നായിട്ടുള്ള ഒരു ആൻസറാണ് ഞാൻ കൊടുക്കുന്നത്. യെസ്, ഐ ബിലീവ് ദ ഡോർ വേ ടു മൈ സ്കൂൾ ഇസ് എ മാജിക്കൽ ആൻഡ് സ്പെഷ്യൽ വേൾഡ്. ഞാനും എൻ്റെ സ്കൂൾ അങ്ങനെ ഒരു മാജിക്കൽ ലോകത്തോട്ട് തുറക്കുന്ന ഒരു പ്രവാസന കവാടം തുറന്ന് ചെല്ലുന്ന പോലെയാണ് എനിക്കും തോന്നാറുള്ളത്. കാരണം ഇറ്റ് ഈസ് എ പ്ലേസ് വെർ ഐ ലേൺ ന്യൂ തിങ്സ്. അതൊരു പ്ലേസ് ആണ്. എന്ത് പ്ലേസ് ആണ്? ഞാൻ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന. മീറ്റ് ഫ്രണ്ട്സ്, എൻ്റെ കൂട്ടുകാരെ കാണുന്നു. ആൻഡ് ബിൽഡ് മൈ ഡ്രീംസ്, എൻ്റെ സ്വപ്നങ്ങൾ നെയ്തെടുക്കുന്നു. ജസ്റ്റ് ലൈക്ക് മലാല ഫെൽറ്റ് എക്സൈറ്റഡ്, മലാല എക്സൈറ്റഡ് ആയതുപോലെ സേഫ് ഇൻ ഹർ സ്കൂൾ, അവളുടെ സ്കൂളിൽ അവൾ എന്താണ്? സേഫ് ആണ്. ഐ ടു ഫീൽ ദാറ്റ് മൈ സ്കൂൾ ഓപ്പൺ അപ്പ് എ വേൾഡ് ഓഫ് ദ ഓപ്പർച്യൂണിറ്റി ആൻഡ് ഇമാജിനേഷൻ. അവസരങ്ങളുടെയും ഇമാജിനേഷൻ്റെയും ക്രിയേറ്റിവിറ്റിയുടെയും ചിന്തകളുടെയൊക്കെ ഒരു പുതിയ ലോകമാണ് എനിക്കും സ്കൂൾ എന്ന് പറയുന്നത്. അല്ലേ മക്കളെ? വളരെ മനോഹരമാണ് അല്ലേ? നമ്മുടെ സ്കൂൾ അങ്ങനെ തന്നെയല്ലേ? അതിലെന്തൊക്കെയുണ്ട്? ബഹളമുണ്ട്, ഒച്ചവിളി, ബഹളവും പ്രശ്നങ്ങളും, കൂട്ടുകാരുമായിട്ടുള്ള തമാശകൾ, പ്രശ്നങ്ങൾ, പരീക്ഷ, എക്സാം, പഠനം, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ പുതിയ പുതിയ ആഗ്രഹങ്ങൾ വരും, പുതിയ പുതിയ സ്വപ്നങ്ങൾ വരും. ടീച്ചേഴ്സ് നമുക്ക് കുറേ പറഞ്ഞു തരും, അതിൽ നമുക്ക് കുറേ സ്വപ്നങ്ങൾ വരും. പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ ഒരുപാട് അവസരങ്ങൾ നമുക്ക് ലഭിക്കും. അങ്ങനെ ഒരു വലിയ ലോകം തന്നെ. നമ്മളിങ്ങനെ ഒന്ന് ഇരുന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ ഡെയിലി പോകുന്നത് പഠിക്കുന്നത് പോകുന്നത് ഇത്രയല്ല. അതിനപ്പുറം ഒന്ന് ഇരുന്ന് ചിന്തിച്ച് നോക്കിയേ, ആ സ്കൂളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ലഭിച്ചിട്ടുണ്ട്. അറിവുകളും എക്സ്പീരിയൻസുകളും അവസരങ്ങളൊക്കെ ഒരുപാട് നമ്മുടെ മുമ്പിലുണ്ട് അല്ലേ? അതിനെല്ലാം അപ്പുറം ഒരുപാട് സ്നേഹവും ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് സ്കൂളിൽ നിന്നും അല്ലേ? സോ നമുക്ക് ഫോർത്ത് നോക്കാം. ഹു ഇസ് ദ ഫൗണ്ടർ ഓഫ് ദ കുശാല സ്കൂൾ? സ്കൂളിലെ ഫൗണ്ടർ ആരാണ്? അതിൻ്റെ ഓണർ മലാലാസ് ഫാദർ സിയാദുദ്ദീൻ യൂസഫ് അലി അല്ലേ? സിയാദുദ്ദീൻ യൂസഫ് സായ് ഈസ് ദ ഫൗണ്ടർ ഓഫ് ദ കുശാല സ്കൂൾ. അവരുടെ അച്ഛൻ തന്നെയാണ് കേട്ടോ കുശാല സ്കൂളിൻ്റെ ഓണർ. ആൻഡ് വൈ ഡസ് മലാല ചൂസ് ടു ടേക്ക് ദ ബസ് ഇൻസ്റ്റെഡ് ഓഫ് വാക്കിംഗ് ടു സ്കൂൾ? എന്തുകൊണ്ടാണ് മലാല നടന്നു പോകുന്നതിന് പകരം ബസ്സിൽ വരാൻ തീരുമാനിച്ചത്? മലാല സ്റ്റാർട്ടഡ് ടു ടേക്കിംഗ് ദ ബസ് ബിക്കോസ് ഹർ മദർ വാസ് വറീഡ് അബൌട്ട് ഹർ സേഫ്റ്റി. കാരണം അവളുടെ സേഫ്റ്റി, അവളുടെ കുറിച്ച് ആലോചിച്ച്, അവളുടെ സേഫ്റ്റിയെ കുറിച്ച് ആലോചിച്ച്, സംരക്ഷണത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടും ഒക്കെ എന്താണ് മലാലയുടെ അമ്മയ്ക്ക് ടെൻഷനാണ്. അത് കാരണമാണ് മലാലയുടെ അമ്മയുടെ വറീഡ് കാരണമാണ് മലാല ബസ്സിൽ വരാൻ തുടങ്ങിയത്. ദേ ഹാഡ് ബീൻ റിസീവിങ് ത്രെഡ്സ് ത്രൂ ഔട്ട് ദ ഇയർ. ആ ഇയർ ഫുൾ അവർക്ക് എന്തുണ്ട്? ഭീഷണികൾ നേരിടുന്നുണ്ട്. ആൻഡ് വാക്കിംഗ് അലോങ് ടു സ്കൂൾ വാസ് നോ ലോങ്ങർ സേഫ്. അതുകൊണ്ട് തന്നെ സ്കൂളിലോട്ട് നടന്നു പോവുക എന്നുള്ളത് അത്രമാത്രം സേഫ് അല്ല. To make her mother feel secure and Malala agreed to go by rickshaw. അല്ലേ? മലാലയുടെ അമ്മയുടെ ഫീലിംഗ് എന്താണ്? സെക്യൂർ ആയതുകൊണ്ട് തന്നെ മലാല അഗ്രി ടു ഗോ, റിക്ഷയിൽ പോകാൻ തീരുമാനിച്ചു. റിട്ടേൺ ബൈ ബസ് വിത്ത് അതർ ഗേൾസ്, ബസ്സിൽ മറ്റു കുട്ടികളുടെ കൂടെ തിരിച്ചു വരാനും തീരുമാനിച്ചു. Why did Malala think her father വാസ് അണ്ടർ ത്രെട്ട്? എന്തുകൊണ്ടാണ് മലാല അവരുടെ അച്ഛൻ ഭീഷണിയുടെ താഴെയാണ്, ഭീഷണി അവർക്ക് അച്ഛൻ ഉണ്ടെന്ന് ചിന്തിക്കാനുള്ള കാരണം? Malala believed her father was under threat because he was openly speaking out against the Taliban. കാരണം എന്താണ്? അവരുടെ അച്ഛന് എന്താണ് താലിബാൻ ആൻഡ് എടുത്ത് തുറന്നടിച്ച് സംസാരിക്കുന്നുണ്ട് അവർക്കെതിരെ. ആൻഡ് ക്യാമ്പയിനിങ് ഫോർ ഗേൾസ് എഡ്യൂക്കേഷൻ, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പോരാടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഹിസ് ക്ലോസ് ഫ്രണ്ട് ആൻഡ് ഫെലോ ആക്ടിവിസ്റ്റ് ഹാഡ് ഓൾറെഡി ബീൻ ഷൂട്ടഡ്. അത് മാത്രമല്ല അവരുടെ ഫ്രണ്ടും ഒപ്പം ഉള്ള ഒരു പ്രവർത്തകരുമായിട്ടുള്ള വ്യക്തി എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി ഷൂട്ട് ചെയ്തിട്ട് കൊന്നിട്ടുണ്ട്. ആൻഡ് മെനി പീപ്പിൾ വെർ വാണിംഗ് ഹിം ദാറ്റ് ഹി കുഡ് ബി ദ നെക്സ്റ്റ് ടാർജറ്റ്. അതുപോലെ മാത്രമല്ല ഒരുപാട് പേര് വാണിംഗ് ചെയ്തിട്ടുണ്ട്, അടുത്ത ടാർജറ്റ് നീയാണെന്ന്, അടുത്ത ലക്ഷ്യം ഞങ്ങളുടേത് നീയാണെന്ന്. 7th one, what were Malala's thoughts on the possible encounter with an armed attacker on her way back home? What do these thoughts reveal about her character? What were the Malala's thoughts or opposite encounter with the armed attack on her way back home? വീട്ടിലോട്ട് പോകുമ്പോൾ ഓപ്പോസിറ്റ് അറ്റാക്ക് ചെയ്യുന്ന ആളോട് മലാല എങ്ങനെ പ്രതികരിക്കുന്നു? മലാല ചിന്തിക്കുന്നില്ല, ചെരുപ്പ് ഊരിയിട്ട് അടിക്കും, അപ്പോൾ മോശം. അപ്പം മലാല എന്ത് ചെയ്യും? അവരോട് അപേക്ഷിക്കുന്നുണ്ട് അല്ലേ, എന്നെ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറയുന്നത് കേൾക്കണം, ഞാൻ നിങ്ങൾക്ക് പേഴ്സണലായിട്ടൊന്നും ചെയ്യുന്നില്ല, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുള്ളൂ, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അല്ലേ. ഈ തോട്ടിൽ നിന്നും വാട്ട് ഡു ദീസ് തോട്ട്സ് റിവീൽ അബൌട്ട് ഹർ ക്യാരക്ടർ? ഈ തോട്ടിൽ നിന്നും മലാലയുടെ എന്ത് ക്യാരക്ടറാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? മലാല sometimes she imagined an attacker stopping her on way. At first she thought she might fight back by removing her shoes and eating. ഫസ്റ്റ് അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഫസ്റ്റ് അവർ ചിന്തിക്കുന്നുണ്ട് എന്ത്? അവരുടെ ഷൂ ഊരിയിട്ട് ഹിറ്റ് ചെയ്യാന്ന് ചിന്തിക്കുന്നുണ്ട്. But then she realized, then അവൾ തിരിച്ചറിയുന്നുണ്ട് that reacting with violence would make her no difference from the attacker. തിരിച്ച് റിയാക്ട് ചെയ്യുമ്പോൾ അവരും അറ്റാക്ക് ചെയ്യുന്ന ആൾ തമ്മിൽ എന്താ വ്യത്യാസം?
രണ്ടുപേരും ചെയ്യുന്ന ഒരേ തെറ്റല്ലേ എന്ന് തോന്നുന്നുണ്ട് അല്ലേ? സമാധാനത്തിന്റെ പാതയായിരുന്നു മലാല പിന്തുടരുന്നത്. അപ്പൊ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്ന ആൾ തിരിച്ച് അറ്റാക്ക് ചെയ്ത ഞാനും അവരും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് മലാല ചിന്തിക്കുന്നു. ഇൻസ്റ്റഡ് പകരം ഷീ തോട്ട് ഷീ വുഡ് പ്ലീഡ് കാമിലി, പകരം അവൾ വളരെ ശാന്തമായിട്ട് അപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഓക്കെ, ഷൂട്ട് മീ ബട്ട് ഫസ്റ്റ് ലിസൺ ടു മീ, ഷൂട്ട് ചെയ്തോളൂ, പക്ഷെ ഞാൻ പറയുന്നത് ആദ്യം കേൾക്കണം. വാട്ട് യു ആർ ഡൂയിങ് ഈസ് റോങ്, നിങ്ങൾ എന്താ ചെയ്യുന്നത് തെറ്റാണ്. ഐ എം നോട്ട് അഗെയിൻസ്റ്റ് യുവർ പേഴ്സണലി, ഞാൻ നിങ്ങൾക്ക് പേഴ്സണലി ഒരു ബുദ്ധിമുട്ടോ നിങ്ങളുടെ ശത്രു ഒന്നുമല്ല. ഐ ജസ്റ്റ് വാണ്ട് എവറി ഗേൾ ടു ഗോ ടു സ്കൂൾ, എനിക്ക് എല്ലാ പെൺകുട്ടികളും സ്കൂളിൽ പോകണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ദിസ് ഷോസ് മലാല ഇസ് എ ബ്രേവ് ആൻഡ് ഫിയർലെസ്, മലാല വളരെ ധീരവുള്ളതും ഭയപ്പെടാത്തൊരു പെൺകുട്ടിയും കൂടെ ആയിരുന്നു. പീസ് ലവിങ് നോൺ വയലന്റ്, സമാധാനപ്രിയ അല്ലെ. നോൺ വയലന്റ് എന്താണ്? നമ്മുടെ ഗാന്ധിജിയുടെ അഹിംസ പിന്തുടരുന്ന വ്യക്തി അല്ലെ. വൈസ് ബിയോണ്ട് ഹെർ ഇയേഴ്സ് അല്ലെ, അവളുടെ പ്രായത്തിനും അപ്പുറമായിരുന്നു അവളുടെ പക്വതയും ബുദ്ധിയും എന്നുള്ളതും നമുക്കതിലൂടെ മനസ്സിലാക്കാം. Then 8th question, what were Malala's dreams and how did they differ from the Moniba aspiration? മലാലയുടെ സ്വപ്നങ്ങൾ എങ്ങനെയാണ് മോനിബയുടെ നിന്നും വ്യത്യാസമാവുന്നത്? മലാല ഡ്രീമർ ഓഫ് ബിക്കം ആൻ ഇൻവെന്റർ ഓർ പൊളിറ്റീഷ്യൻ. ഷീ ഓപ്പൺലി ഷെയർ ഹർ ഗോൾസ് ആൻഡ് വാസ് പ്രൗഡ് ഓഫ് ദം. അവൾ അവളുടെ സ്വപ്നങ്ങൾ പൊളിറ്റീഷ്യൻ ആവാൻ ഇൻവെന്റർ ആവാന്നുള്ള അവളുടെ സ്വപ്നങ്ങൾ അവൾ മറച്ചു വെട്ടിച്ചില്ല. അവളത് ഓപ്പൺ ആയിട്ട് എന്ത് ചെയ്തിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പറയുന്നുണ്ട്. ഓൺ അതർ ഹാൻഡ്, മറ്റൊരു സൈഡിൽ മോനിബ സീക്രട്ട്ലി വാണ്ടഡ് ടു ബി എ ഫാഷൻ ഡിസൈനർ. മോനിബക്ക് എന്താണ്? രഹസ്യമായിട്ടൊരു ഫാഷൻ ഡിസൈനർ ആവണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. ബട്ട് ടോൾഡ് അതേഴ്സ് ഷി വാണ്ട് ടു ബി എ ഡോക്ടർ. പക്ഷെ എന്താണ് അവൾ മറ്റുള്ളവരോട് പറയുന്നത്? എന്താണ്? അവൾക്കൊരു ഡോക്ടർ ആവണമെന്നാണ്. ബിക്കോസ് ഷീ ന്യൂ ഹെർ ഫാമിലി വുഡ് നോട്ട് അപ്രൂവ് ഓഫ് ഹെർ റിയൽ ആംബിഷൻ. കാരണം അവളുടെ ഫാമിലി എന്ത് ചെയ്യുന്നില്ല, അവളുടെ ശരിക്കുള്ള ഇതിന് സപ്പോർട്ട് ചെയ്യില്ല, അത് എതിർക്കുമെന്ന് അവൾക്കറിയാം. അതുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്യുന്നത്. മലയാളിയുടെ ഫാമിലി അതിന് സപ്പോർട്ട് ചെയ്യും അച്ഛൻ, അതുകൊണ്ടാണ് മലയാളിക്ക് ഹൈഡ് ചെയ്യേണ്ടി വരാത്തത് കേട്ടോ. ദെൻ ഡിഫറൻസ്, മലാല വാസ് ഹോണസ്റ്റ്, മലാല സത്യസന്ധയായിരുന്നു. ബോൾഡ് അബൌട്ട് ഹെർ ഡ്രീംസ്, അവളുടെ സ്വപ്നങ്ങളിൽ അവൾ എന്തായിരുന്നു? ധീരതയും ഉള്ളവളായിരുന്നു. മോനിബ ഹൈഡ് ഹെർ റിയൽ ആസ്പിറേഷൻ ഔട്ട് ഓഫ് ഫിയർ ഓഫ് ദ ഡിസപ്രൂവൽ, പേടിയും ഭയവും എതിർപ്പിനെയൊക്കെ പേടിക്കുന്ന ആളായിരുന്നു മോനിബ എന്ന് പറയുന്നത്. ക്ലിയർ? 9th one, why did Moniba think that the young beard man was a journalist who had come for an interview? എന്തുകൊണ്ടാണ് മോനിബ ആ താടി വെച്ചിട്ടുള്ള ആള് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണെന്നുള്ളത് മോനിബ പറയാൻ കാരണം എന്താണ്? ഒരു പത്രപ്രവർത്തകയാണ് ആ വെടിവെക്കാൻ വന്നിട്ടുള്ള ആള് എന്ന് മോനിബ പറയാൻ കാരണം എന്താവാം? Moniba thought the young man, beard man, was a journalist because ever since Malala had started speaking on public events with her father in support of the interviewer, അവരുടെ ഫാദറിന്റെ കൂടെ എന്ത് ചെയ്യാറുണ്ട്? അവളും ഇപ്പൊ പ്രവർത്തനങ്ങൾക്കൊക്കെ ഇറങ്ങുന്നതുകൊണ്ട് തന്നെ ഫാദറിന്റെ കൂടെ പബ്ലിക്കിൽ പോയിട്ട് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നതുകൊണ്ട് തന്നെ പല ആളുകളും ഇന്റർവ്യൂവിന് വരാറുണ്ട്. സംടൈംസ് ഈവൻ ഫോറിൻ റിപ്പോർട്ടേഴ്സ് വരെ, പുറത്തുനിന്നുള്ള ഫോറിൻ റിപ്പോർട്ടേഴ്സ് വരെ വരാറുണ്ട്. സോ വെൻ ഷീ സോ ദ മാൻ അപ്രോച്ചിങ് ദ വാൻ ആൻഡ് ആസ്കിങ് ക്വസ്റ്റ്യൻസ്, സോ അവൾ ചിന്തിക്കുകയാണ് എന്താണ്, അനദർ ജേർണലിസ്റ്റ് കംഫ്യൂൻഡ് വിത്ത് വാൻ, അവർ ജസ്റ്റ് അയാൾ ഇവരുടെ അടുത്ത് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനും മലാല ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണെന്നുള്ളതാണ് അവർ വിചാരിച്ചത്. ജസ്റ്റ് ലൈക്ക് ബിഫോർ, പണ്ട് അതിനു മുമ്പൊക്കെ വന്നതുപോലെ. ലെറ്റ്സ് റിവൈൻഡ്. ഓക്കെ, ഇനി ലെറ്റ്സ് റിവൈൻഡ് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. വൈ വാസ് മലാല അറ്റാക്ക്ഡ്? എന്തുകൊണ്ടാണ് മലാല അറ്റാക്ക് ആക്കപ്പെട്ടത്? എന്തുകൊണ്ടാണ് ആക്രമിക്കപ്പെട്ടത്? Malala was attacked by Taliban because she spoke out fearlessly for girls' right to education in Pakistan Swat Valley. പാകിസ്ഥാനിലെ സ്വത്ത് വാലിയിൽ നിന്നിട്ട് വളരെ ധൈര്യപൂർവ്വം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അവൾ ശബ്ദമുയർത്തി. അതുകൊണ്ടാണ് she publicly opposed the Taliban's effort to ban girls from attending school. അവൾ വളരെ പബ്ലിക്കായിട്ട് തന്നെ, ഉള്ളിൽ നിന്നിട്ടല്ല പബ്ലിക്കായിട്ട് തന്നെ അവൾ എതിർത്തിരുന്നു പെൺകുട്ടികൾ പഠിക്കണ്ട എന്നുള്ള അവരുടെ ആ ഒരു നിയമത്തോട്. ആൻഡ് വിച്ച് മെയ്ഡ് ഹർ എ ടാർജറ്റ്, അതുകൊണ്ടാണ് അവൾ എന്തായത്, ഒരു ലക്ഷ്യമായി മാറിയത്. ഹർ ആക്ടിവിസം ആൻഡ് കറേജ് വേർ seen as a threat by the extremists who wanted to silence her voice. അല്ലേ, അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അവളുടെ ആക്ടിവിസം എന്ന് പറയുന്ന ആ പ്രവർത്തനവും അവളുടെ കറേജും അവളുടെ ധീരതയും അവളുടെ പ്രവർത്തനവും seen as a threat, അതൊരു ഭീഷണിയായിരുന്നു ബൈ എക്സ്ട്രീമിസ്റ്റ്, അല്ലെ, അതിനെതിരെയുള്ള ആളുകൾ എന്ന് ഉദ്ദേശിച്ചാൽ മതി. who wanted to silence her voice, അവർക്ക് എന്ത് ചെയ്യണം, അവളുടെ വോയിസ് പറഞ്ഞാൽ അവർക്കെതിരെയല്ലേ, അവർ ചെയ്യുന്നതിനെതിരെയുള്ള അവർക്കെതിരെയുള്ള അവളുടെ വോയിസ് അതെന്ത് ചെയ്യണം, അത് സൈലന്റ് ആക്കണം, അടിച്ചമർത്തണം എന്നുള്ളത് അവരുടെ ഒരു ആവശ്യമായിരുന്നു. Malala and her friend Moniba
ഹാവ് ക്ലിയർ ആസ്പിറേഷൻ ഇൻ ദർ ഫ്യൂച്ചർ. രണ്ടുപേർക്കും അവരുടെ വ്യക്തമായിട്ടുള്ള ഭാവിയെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളും ലക്ഷ്യവും ഉണ്ടായിരുന്നു. വാട്ട് ആർ യുവർ ഗോൾസ് ആൻഡ് ആംബിഷൻസ് ആൻഡ് വാട്ട് സ്റ്റെപ്പ് വിൽ യു ടേക്ക് ടു അച്ചീവ് ദം? അവരുടെ രണ്ടുപേരുടെ ലക്ഷ്യം എന്തായിരുന്നു? അവർ അതിന് വേണ്ടിയിട്ട് എന്ത് സ്റ്റെപ്പാണ് മുന്നോട്ട് വെച്ചത്? അതുപോലെ തന്നെ വാട്ട് സ്റ്റെപ്പ് വിൽ യു ടേക്ക് ടു അച്ചീവ് ദം എന്നാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നൊക്കെയാണ് ചോദ്യം. മൈ ആംബിഷൻസ് ടു ബിക്കം എ സയൻറ്റിസ്റ്റ് ആൻഡ് എ കോൺട്രിബ്യൂട്ട് ടു മെഡിക്കൽ റിസർച്ച്. എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് എന്താ? ഒരു സയൻറ്റിസ്റ്റ്, ഒരു റിസർച്ചകനാവണം അല്ലേ, ഒരു സയൻറ്റിസ്റ്റ് ആവണം അല്ലേ. എന്നിട്ടോ എന്ത് സയൻറ്റിസ്റ്റാണ്, എന്ത് ശാസ്ത്രജ്ഞനാണ് ആവേണ്ടത്? കോൺട്രിബ്യൂട്ട് ടു മെഡിക്കൽ റിസർച്ച്. മെഡിക്കൽ റിസർച്ചിലോട്ട് ഞാൻ എന്ത് ചെയ്യും? എൻ്റെ വക ഒരു സംഭാവന കോൺട്രിബ്യൂട്ട് ചെയ്യും. ടു അച്ചീവ് ദിസ് ഐ വിൽ ഫോക്കസ് ഓൺ സ്റ്റഡിങ് സയൻസ് സബ്ജക്ട് വിത്ത് ഇൻട്രസ്റ്റ്. ഈ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സയൻസ് സബ്ജക്റ്റുള്ള ഒരു ഉഷാറായിട്ട് പഠിക്കും. ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ സയൻസ് ഫെയറുകളിൽ പങ്കെടുക്കും. സയൻസ് എക്സ്പെരിമെൻറ്റുകളൊക്കെ നടത്താറുള്ള സ്കൂൾ പ്രോഗ്രാം, അതിൽ പങ്കെടുക്കും. റീഡ് എക്സ്ട്രാ ബുക്കുകൾ വായിക്കും. വർക്ക് ഹാർഡ് ഇൻ സ്കൂളിൽ ഹാർഡ് വർക്ക് ചെയ്യും. ആൻഡ് ഓൾസോ പ്ലാൻ ടു സീക്ക് ഗൈഡൻസ് ഫ്രം ദ ടീച്ചേഴ്സ് ആൻഡ് മെൻറ്റേഴ്സ് ടു സ്റ്റേ മോട്ടിവേറ്റ്. അതുപോലെ ടീച്ചേഴ്സിൻ്റെ അടുത്തും ബാക്കിയുള്ളവരിൽ നിന്നൊക്കെ ഗൈഡൻസ് ഒക്കെ സ്വീകരിച്ച് ഞാനിങ്ങനെ അതിൽ തന്നെ മോട്ടിവേറ്റ് ആയിട്ട് മുന്നോട്ട് പോകും. Then third question, education is neither East nor West, it's a human. Why education is a universal right? How can it create a better world? എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പടിഞ്ഞാറിൻ്റെതോ കിഴക്കിൻ്റെയോ ഒന്നുമല്ല, അതൊരു മനുഷ്യാവകാശമാണെന്ന് പറയുന്നുണ്ടല്ലോ അല്ലേ. എന്തുകൊണ്ടാണ് എഡ്യൂക്കേഷൻ ഒരു ലോകമെമ്പാടുമുള്ള ഒരു മനുഷ്യാവകാശമായിട്ട്, ഒരു ഗ്ലോബൽ എന്ന് പറയുന്ന രീതിയിലോട്ട് എല്ലായിടത്തും, ഇവിടെ നിന്നെല്ലാം മൊത്തം ലോകത്ത് മൊത്തം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അവകാശമാണ്? അതെന്തുകൊണ്ടാണ്? ഹൗ ക്യാൻ ഇറ്റ് ക്രിയേറ്റ് എ ബെറ്റർ വേൾഡ്? എന്താണ് വിദ്യാഭ്യാസം, എങ്ങനെയാണ് ഒരു ലോകത്തെ ബെറ്റർ വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. Education is a universal right because every human being deserves the opportunity to learn, grow and live with dignity. കാരണം എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ റൈറ്റ്. അതിന് കാരണം എല്ലാ വ്യക്തികളും, എവരി ഹ്യൂമൻ ബീയിങ് ഈസ് ഡിസേർവ് ചെയ്യുന്നുണ്ട്, അവർ അർഹിക്കുന്നുണ്ട് ദ ഓപ്പർച്യൂണിറ്റി, അവസരം, ടു ലേൺ, പഠിക്കാൻ, ഗ്രോ, വളരാൻ, ടു ലീവ് വിത്ത് ഡിഗ്നിറ്റി, വളരെ അന്തസ്സോടുകൂടി പഠിച്ച് വളരാനുള്ള ഒരു എല്ലാ വ്യക്തികൾക്കും ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ലിമിറ്റഡ് ബൈ ദ ജിയോഗ്രഫി, കൾച്ചർ ഓർ റിലീജിയൻ. ഇത് രാജ്യത്തിനെയോ നാടിനെയോ അല്ലെങ്കിൽ സംസ്കാരത്തെയോ അല്ലെങ്കിൽ പ്രദേശത്തെ ഒന്നും ബന്ധപ്പെടുത്തി ഇതെന്തില്ല, അതിനൊരു ലിമിറ്റേഷനും ഇല്ല. എഡ്യൂക്കേഷൻ ഹെൽപ്പ് us അണ്ടർസ്റ്റാൻഡ് അവർ റൈറ്റ്സ്. വിദ്യാഭ്യാസം നമ്മുടെ അവകാശങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരും. റെസ്പെക്ട് അതേഴ്സ്, മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കും. ഡെവലപ്പ് സ്കിൽ, നമ്മുടെ കഴിവുകളെ വർദ്ധിപ്പിക്കാൻ പഠിപ്പിക്കും. ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. ആൻഡ് സോൾവ് പ്രോബ്ലംസ്, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കും. ഇറ്റ് ക്രിയേറ്റ് എ ബെറ്റർ വേൾഡ് ബൈ, എങ്ങനെയാണ് മക്കളെ? പ്രൊമോട്ടിങ് പീസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, സമാധാനവും അതേപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ പ്രൊമോട്ട് ചെയ്യും വിദ്യാഭ്യാസമുള്ളവർ. റെഡ്യൂസിങ് പോവർട്ടി ആൻഡ് ഇനീക്വാലിറ്റി, അതുപോലെ പോവർട്ടി, ദാരിദ്ര്യവും അതുപോലെ ഇനീക്വാലിറ്റി എന്താണ്, സമത്വമില്ലായ്മയൊക്കെ കുറക്കും. ഇമ്പവറിങ് പീപ്പിൾ ടു മേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ്, എന്താണ് പീപ്പിൾ ടു മേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ആളുകളെ സഹായിക്കും. ഇമ്പവർഡ് പീപ്പിൾസിന് സാധിക്കും. ആൻഡ് എൻകറേജിങ് ഇന്നോവേഷൻ ആൻഡ് പ്രോഗ്രസ്, കണ്ടുപിടുത്തങ്ങളെയും പുരോഗതിക്കൊക്കെ എന്താവും, എൻകറേജ് ആയി മാറും വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ. ഓക്കെ, ദെൻ ഫോർത്ത് വൺ, why do you think the education is important for girls and how can society ensure equal opportunity? എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നത് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം അത്യാവശ്യമാണ്? എങ്ങനെയാണ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി, എല്ലാവർക്കും ഒരേപോലെ അവസരം എൻഷുർ ചെയ്യാൻ സൊസൈറ്റിക്ക് സാധിക്കുക? എഡ്യൂക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഗേൾസ് ബിക്കോസ്, കാരണം empowers them to make their own choices. എന്താണ് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ചോയ്സുകളുണ്ട്. മേക്ക് ദം ബിക്കം ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്, എല്ലാവർക്കും എന്താവണം, അവർക്കും എന്താവണം, ഫിനാൻഷ്യലി സാമ്പത്തികമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആവണം, ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റണം. ഇംപ്രൂവ് ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് ഓഫ് ഫാമിലീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്, എന്താണ് അവർക്ക് ഫാമിലിക്കും അവരുടെ ഹെൽത്തിനും എന്താവാൻ കഴിയും, കമ്മ്യൂണിറ്റിക്ക് ഫാമിലിക്കൊക്കെ ഇതെന്ത് ചെയ്യും, ഇവർക്ക് വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ അത് ഇമ്പ്രൂവ് ആവാൻ സഹായിക്കും. റെഡ്യൂസ് ദ ചൈൽഡ് മാരേജ് ആൻഡ് ഡൊമസ്റ്റിക് വയലൻസ്, വീടുകളിലുള്ള ഗാർഹിക പീഡനങ്ങളും അതുപോലെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ കല്യാണം കഴിച്ചു വിടുന്ന പരിപാടികൾക്കൊക്കെ ഒരു മാറ്റം വരും പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ. സൊസൈറ്റി ക്യാൻ എൻഷുർ ഈക്വൽ ഓപ്പർച്യൂണിറ്റി, സൊസൈറ്റി എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. എന്തിലൂടെ? ബിൽഡിംഗ് സേഫ് സ്കൂൾ, എന്താണ് നല്ല സ്കൂൾ കെട്ടിടങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ട്. പ്രൊവൈഡിങ് സ്കോളർഷിപ്പ് ആൻഡ് ഫ്രീ എഡ്യൂക്കേഷൻ, സ്കോളർഷിപ്പും ഫ്രീ വിദ്യാഭ്യാസം കൊടുക്കും. റൈസിങ് അവയർനെസ് അബൌട്ട് ദ വാല്യൂ ഓഫ് എഡ്യൂക്കേറ്റിംഗ് ഗേൾസ്, പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിനെ കുറിച്ച് അവയർനെസ് കൂട്ടിക്കൊടുക്കുക, അറിവ് പകർന്നു കൊടുക്കും. ആൻഡ് ചേഞ്ചിങ് മൈൻഡ് സെറ്റ് ത്രൂ മീഡിയ ആൻഡ് കമ്മ്യൂണിറ്റി പ്രോഗ്രാം, ആളുകളുടെ
കമ്മ്യൂണിറ്റി പ്രോഗ്രാം നടത്തിയിട്ടും അതുപോലെ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്തിട്ട് ആളുകളുടെ മൈൻഡ് മാറ്റുക. Then fifth question, how does family support empowers girls' education and how can parents force the ambitions of their children? അല്ലേ, എങ്ങനെയാണ് ഫാമിലിക്ക് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ സപ്പോർട്ട് ചെയ്യാൻ കഴിയുക, എങ്ങനെയാണ് അവരുടെ കുട്ടികളുടെ ലക്ഷ്യങ്ങളെ പാരൻസിന്, അവരുടെ ആഗ്രഹങ്ങളെ പാരൻസിനെ എങ്ങനെയാണ് ഫോസ്റ്റർ ചെയ്ത് വളർത്തിയെടുക്കാൻ സാധിക്കുന്നത്, അതിങ്ങനെ അവർക്കിങ്ങനെ കൂടെ നിന്നിട്ട് എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. Family support gives girls the confidence and the freedom to pursue education and dream without the fear. ഫാമിലി എന്ത് ചെയ്യണം, പെൺകുട്ടികൾക്ക് ആത്മധൈര്യം കൊടുക്കണം, അവരുടെ വിദ്യാഭ്യാസം അവർക്ക് നേടിക്കൊടുക്കണം, അതിനുള്ള ഫ്രീഡം ടു പെർസ്യൂ എഡ്യൂക്കേഷന് കൊടുക്കണം. ആൻഡ് ഡ്രീംസ്, അവരുടെ സ്വപ്നങ്ങൾ ഭയങ്ങളില്ലാതെ കാണാൻ സഹായിക്കണം. വെൻ പാരൻസ് ലൈക്ക് മലാലാസ് ഫാദർ എൻകറേജ്, മലാലയുടെ അച്ഛനെ പോലെയുള്ള ഫാദേഴ്സ് ആണെങ്കിൽ സ്റ്റാൻഡ് ബൈ ദ ഡോക്ടർ, ഇറ്റ്സ് എ പവർഫുൾ മെസ്സേജ് ദാറ്റ് ദെയർ വോയ്സ് മാറ്റർ. മലാലയെ ഫാദറിനെ പോലെ പെൺകുട്ടികളുടെ ശബ്ദം ഉയർത്തുന്ന സ്വന്തം മകളെ മറ്റുള്ളവരുടെ മുമ്പിലോട്ട് ശബ്ദം ഉയർത്തി സംസാരിക്കാൻ, അവരുടെ ആഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മുമ്പോട്ട് വിട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്ത അച്ഛനെ പോലെ ആവണം നമ്മളും. Parents can foster ambitions by listening to their children's dreams. കുട്ടികളുടെ സ്വപ്നങ്ങൾ കാണണം, കേൾക്കണം നമ്മൾ. അങ്ങനെയാണ് നമുക്ക് നമുക്ക് സ്വപ്നങ്ങൾ അവരുടെ എന്താണെന്ന് അറിയാൻ സാധിക്കും. പ്രൊവൈഡിങ് പോസിറ്റീവ് ലേണിംഗ് എൻവയോൺമെൻറ്റ്, അവർക്ക് അവരുടെ പഠിക്കാനുള്ള നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കണം. ആകെ കച്ചറിയും ബഹളവും പേടിയും ബഹളം മറിച്ചും സമ്മർദ്ദമൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാൻ സാധിക്കില്ല. എൻകറേജിങ് ക്യൂരിയോസിറ്റി ആൻഡ് ക്വസ്റ്റ്യൻസ്, അവരുടെ ക്യൂരിയോസിറ്റിയും ക്വസ്റ്റ്യൻസൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. നീ ഒന്ന് പോടി എന്ന് പറയാതെ അവരുടെ ചോദ്യങ്ങൾ നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം. സപ്പോർട്ടിങ് ദെയർ ഗോൾസ് ഈവൻ ഇഫ് ദേ ഗോ അഗെയിൻസ്റ്റ് സോഷ്യൽ നോംസ്. അല്ലേ, അവരിങ്ങനെ സോഷ്യൽ നോംസിനൊക്കെതിരെ അവരെന്തെങ്കിലും ഒന്ന് സംസാരിക്കുമ്പോൾ, എതിർത്ത് പറയുമ്പോഴൊക്കെ അവരുടെ ലക്ഷ്യങ്ങളെയും കാര്യങ്ങളെയൊക്കെ എന്ത് ചെയ്യുക മക്കളെ, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഇത്രയുമാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇത്രയുമാണ് ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. നമുക്കിനി ഈ ചാപ്റ്ററിൽ വളരെ കുറച്ച് ആക്ടിവിറ്റീസ് ആണ് ചാപ്റ്റർ ബേസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിനുശേഷം അതിന് വൊക്കാബുലറി പാർട്ടുണ്ട്, ഗ്രാമർ പാർട്ടുണ്ട്. അത് രണ്ടുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും